തൃശൂർ വിയൂർ ജയിൽ പരിസരത്ത് അജ്ഞാത ഡ്രോൺ. സ്വരാജ് റൗണ്ട്, ഫയർഫോഴ്സ് അക്കാദമി തുടങ്ങിയ ഇടങ്ങളിലും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി സാനു കെ സജീവാണ് തൃശൂരിൽ നിന്നും ചേരുന്നത്. സാനു, ഈ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയിട്ടിപ്പോൾ സമയം കുറച്ചായല്ലോ. ഇതുവരെ ആ ഡ്രോൺ പറത്തിയ കക്ഷിയെ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞോ? തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ട്, അതായത് ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പുലർച്ചെ 3:30 ഈ തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ഉയർന്നു പറക്കുകയായിരുന്നു. അതീവ സുരക്ഷാ ജയിലായിട്ടുള്ള വിയ്യൂരിലെ, ഒപ്പം തന്നെ അതിനോട് ചേർന്ന് തന്നെ അതിന് ഭാഗത്തോട് തന്നെ ചേർന്നിട്ടുള്ള ഫയർഫോഴ്സ് അക്കാദമിയിലെ, ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് കോളേജ്, അതിനോട് തൃശ്ശൂർ നഗരമധ്യത്തിലുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദക്ഷിണ വഴികളിലടക്കം ഈ ഒരു ഡ്രോണിന്റെ സാന്നിധ്യമുണ്ട്. ഇത് 60 മീറ്റർ ഉയരത്തിലാണ് ഈ ഡ്രോൺ ഇങ്ങനെ ഉയർന്നു പറന്നത്. എവിടെ നിന്നാണ് ഈ ഡ്രോൺ വന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം പുലർച്ചെ സമയങ്ങളിലൊന്നും ഇത്തരത്തിൽ ഡ്രോണുകൾ പറത്തിയുള്ള നിരീക്ഷണങ്ങളൊന്നും സാധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഷൂട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഡ്രോൺ ഒന്നും പുലർച്ചെ ആ ഒരു സമയങ്ങളിൽ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണമാണോ നടത്തിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലീസും കൂടുതൽ വ്യക്തത വരുത്തുന്നില്ല. ഇനിയും ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ തന്നെ നടത്തിയതാണോ എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും സ്വകാര്യ വ്യക്തികൾ ആരെങ്കിലും ആണോ ഈ ഡ്രോൺ പറത്തിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പുലർച്ചെ സമയത്ത് ഇത്തരത്തിലുള്ള ഡ്രോണുകളൊക്കെ പറത്തുന്നത് സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ നേതൃത്വത്തിൽ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശരി സാനു, അങ്ങനെ നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുൻപേ അവിടെ തൃശൂർ നഗരത്തിൽ ആരാണ് ഡ്രോൺ പറത്തിയത്, എന്തിനായിരുന്നു ആ ഡ്രോൺ പറത്തിയത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജി.